SDPI എന്ന് പറയുന്ന ഉഡായിപ്പ് പാർട്ടിയെ, അക്രമ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന വൃത്തികെട്ട പാർട്ടിയെ നിരോധിക്കാൻ കേന്ദ്രം തയ്യാറാകണം. ഇനിയും അമാന്തിക്കരുത്. SDPIയുടെ ഒരു വലിയ നേതാവിനെ പിടിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വന്നതാണ്, നിരോധിക്കണമെന്ന്. ഈ രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കണം. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് എന്താണ് സോഷ്യലിസവും ജനാധിപത്യവും പറയുമെന്ന് പറഞ്ഞിട്ട് നാഴികയ്ക്ക് 40 വട്ടം കൊള്ളരുതായ്മ, വൃത്തികേട്, സമൂഹത്തിന് നിരക്കാത്തത്, മതഭ്രാന്ത് അടിച്ചേൽപ്പിക്കുന്ന ഈ സംഘടനയെ കൊണ്ട് ഒരു കാര്യവുമില്ല നാടിന്. അപ്പോൾ ഒരല്പം പോലും ഗുണമില്ലാത്ത ഈ രാഷ്ട്രീയ സംഘടന എന്തിനാണ്? ഇവർ ചിലയിടത്ത് സ്വതന്ത്രമായി മത്സരിക്കും, ചിലയിടത്ത് UDFനെ പിന്തുണയ്ക്കും. അങ്ങനെ ഇപ്പോൾ നിലമ്പൂരിൽ സ്വതന്ത്രമായൊക്കെ മത്സരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഇവരെ നിരോധിക്കേണ്ട ഒരു കാരണം പറയാനാണ് ഞാനിത് തുടങ്ങി വെച്ചത്. കഴിഞ്ഞ ദിവസം പിണറായി എന്ന സ്ഥലത്ത് ഒരു യുവതി, റസീന എന്ന് പറയുന്ന ഒരു യുവതി തൂങ്ങി മരിച്ചു. 3 മക്കളുടെ അമ്മയാണവർ. അവരുടെ ഭർത്താവ് വിദേശത്താണ്. ജന്മം കൊണ്ടവർ ഇസ്ലാമാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. അവർ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ കായലോട് അച്ചങ്കര പള്ളി, ആ പള്ളിക്ക് സമീപത്ത് വെച്ച് അവരുടെ ഒരു സുഹൃത്തിനെ കണ്ടു. കാറിന് സമീപം നിന്ന് ആ സുഹൃത്തിനോട് സംസാരിച്ചു. വൈകുന്നേരമാണ്. ആ സുഹൃത്തിനോട് സംസാരിച്ചു. ഇത് സമീപത്തെ സദാചാര ഗുണ്ടകളായ SDPIയിലെ പുണ്യാളന്മാർ കാണുന്നു. യുവമാർ കാണിക്കുന്നതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ തെമ്മാടിത്തരമാണ്. ഈ സദാചാര ഗുണ്ടകളായ ഈ പുണ്യാളന്മാർ നേരെ ഈ യുവതിയുടെയും അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് തടഞ്ഞു നിർത്തി ഭേദ്യം ചെയ്യുന്നു. ഭേദ്യം മീൻസ് ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ ആരാണ്, എന്താണ്, ഇവിടെ എന്തിനു വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് സദാചാര ഗുണ്ടായിസം. അത് കഴിഞ്ഞ് യുവതിയോട് ആജ്ഞാപിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ, അവരുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആളിനെ കസ്റ്റഡിയിൽ വെക്കുന്നു, പിടിച്ചിട്ട് അടിച്ചിട്ട് സമീപത്തെ ഒരു മൈതാനത്തേക്ക് കൊണ്ടുപോയി രാത്രി 8:30 വരെ അവിടെ ബന്ദിയാക്കി വെക്കുന്നു. അപ്പോഴും മർദ്ദനം തുടരുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ്, ടാബ്, ഇതൊക്കെ പിടിച്ചു വാങ്ങുന്നു. ഇതാണ് SDPIയുടെ ഗുണ്ടായിസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിരോധിക്കണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? യുവമാർ മറ്റൊന്നുകൂടി ചെയ്തു. അത് ആ സ്ത്രീ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്, 3 മക്കളുടെ അമ്മയാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം. അവർ വഴിയിൽ വെച്ച് ഒരു പുരുഷനോട് സംസാരിച്ചു. അതിനാണ് ഇവന്മാര്, ഈ ഉളുപ്പന്മാര് ഇങ്ങനെ അവരോട് ദ്രോഹം ചെയ്തത്. അവരെ തടഞ്ഞു നിർത്തി അപമാനിച്ചു, റോഡിൽ വെച്ച് അപമാനിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ സുഹൃത്തിനെ തടങ്കലിൽ വെച്ച് ബന്ദിയാക്കി അയാളുടെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ടാബും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഇവന്മാർ പിടിച്ചെടുത്തു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനെ 8:30-ക്ക് ശേഷം അവരുടെ SDPIയുടെ പ്രാദേശിക ഓഫീസിൽ, പിണറായിയുടെ ഓഫീസിൽ കൊണ്ടുവരുന്നു. ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നു. യുവതിയുടെ വീട്ടിൽ നിന്ന് ആ പ്രവാസിയുടെ ഭാര്യയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നു. തീർന്നില്ലേ? ഇതിൽ പരം അപമാനം എന്തുണ്ട്? ഇതിൽ പരം അപമാനം ഒരു സ്ത്രീ നേരിടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവരെ വിളിച്ചിട്ട് യൗമാരുടെ ഗുണ്ടായിസം, പതിവ് ഗുണ്ടായിസം തന്നെയാണല്ലോ. ഗുണ്ടായിസം ഇറക്കുന്നു, വിരട്ടുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഏറെ വൈകി ചെറുപ്പക്കാരനെ ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞു വിടുന്നു. എന്നിട്ട് ടാബും മൊബൈൽ ഫോണും കൊടുത്തതുമില്ല, അത് പിടിച്ചു വച്ചിരിക്കുന്നു SDPI. ഇവന്മാരാരാ? പോലീസുകാരോ? ഇവരാരാ? സിവിൽ പോലീസാണോ? ഇവരാരാ? സദാചാര പ്രമാണിമാരോ, പുണ്യാളന്മാരോ? ഇവന്മാർ നാട് നിങ്ങളെ കാണിക്കുന്ന ചെറ്റത്തരമൊക്കെ പല സമയങ്ങളിലായി വാർത്തകളിൽ വന്നിട്ടുള്ളതല്ലേ. ഇവന്മാരുടെ പോക്കൃതനങ്ങൾ, അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് ഇവന്മാരല്ലേ. അങ്ങനെ നാട് നീളെ നടന്ന് ദ്രോഹം ചെയ്യുന്ന, അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുന്ന ഈ പുണ്യാളന്മാർ, ഇവന്മാരെന്ത് ചെയ്തു? ഈ ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചു, അടിച്ചു. അതിനുശേഷം ഒരുപാട് നാണം കെടുത്തി അപമാനിച്ചു. ആ യുവതിയെ അപമാനിച്ചു. അത് കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലുള്ള ടാബും മൊബൈൽ ഫോണും പിടിച്ചു വാങ്ങി ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ചും ക്രോസ് വിസ്താരവും അപമാനവും ഒക്കെ. അവർക്ക് ആരും ഇതിന് ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. കരളുറപ്പുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നാട് റോഡിൽ വെച്ച് ഇവനെയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഓടിക്കണമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇവന്മാരെല്ലാവർക്കും പേടിയായതുകൊണ്ട് അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി. ഞായറാഴ്ച രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പിന്നെ നാട് അറിയുന്നത്. ആ റസീന എന്ന് പറയുന്ന 40 വയസ്സുകാരി ഒരു തുണ്ട് കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. പാഴായത് ആർക്ക്? അമ്മയില്ലാതായത് ആർക്കാണ്? ആ 3 മക്കൾക്ക് അമ്മയില്ലാതെയായി. അമ്മയില്ലാതാക്കി കൊടുത്തു ഈ SDPI എന്ന് പറയുന്ന സംഘടന. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഇമാതിരി ഒരു സദാചാര ഗുണ്ടായിസം നാട്ടിൽ നടന്നുവെന്ന് പോലീസ് അറിയുന്നത്. ഈ യുവതിയുടെയും യുവാവിൻ്റെയും ബന്ധുക്കൾ ഇവരെ തടഞ്ഞു നിർത്തി ടോർച്ചർ ചെയ്തു എന്നുള്ളത് പോലീസിൽ പോലും പരാതി കൊടുത്തിട്ടില്ല. കാരണം പരാതി കൊടുത്താൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. ഇതെങ്ങാനും പോലീസിനെ അറിയിച്ചാൽ നിങ്ങളെയൊക്കെ വീട് കയറി കൊല്ലും. ആ തരത്തിലുള്ള ഭീഷണിയാണ് ഈ പുണ്യാളന്മാർ ഒരുക്കി വെച്ചത്. ഇവന്മാരിലെ 3 പേരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. 3 പേരെ പിടികൂടിയെന്ന് പിണറായി സ്വദേശിയെ മുബഷീർ, പിന്നെ
KA ഫൈസൽ, അതുപോലെ VK റഫ്നാസ് എന്നീ 3 വൃത്തികെട്ടവന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുവമാരുടെ കയ്യിൽ നിന്ന് ചെറുപ്പക്കാരൻ്റെ ടാബും അതുപോലെ മൊബൈൽ ഫോണും കണ്ടെത്തി. ഇനിയും വേറെ ആളുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ യുവതിയുടെ മരണം നടക്കുന്നത് വരെ അവരുടെ കുടുംബാംഗങ്ങൾ പോലും യുവന്മാരെ ഭയപ്പെട്ടിരുന്നു. അവരെ വീണ്ടും ക്രോസ് വിസ്താരം ചെയ്തുകൊണ്ടിരുന്നു. ആ യുവതിയെ പ്രവാസിയാണ്, ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവ് അറിയുമ്പോൾ എന്ത് കരുതും? ഈ സ്ത്രീ വഴിപിഴച്ച് നടക്കുകയാണെന്ന് കരുതും. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ വഴിപിഴച്ചു പോയി എന്ന പരാതിയും കേട്ട് വീട്ടിലിരിക്കുമോ, ജീവിച്ചിരിക്കുമോ? അവർ ജീവിതം അവസാനിപ്പിച്ചു, അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അവരുടെ മരണം നീതി അർഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തുകയും, ഒരുപക്ഷെങ്കിൽ വീട്ടുകാരെങ്കിലുമാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ അതും പൂഴ്ത്തിയേനെ. കാരണം യുവന്മാരെ പേടിച്ചിട്ട് അതും പൂഴ്ത്തി വെച്ചേനെ. ഈ ആത്മഹത്യാക്കുറിപ്പ് പോലും ഈ ബന്ധുക്കൾ പൂഴ്ത്തി വെച്ചേനെ. എന്തോ ഭാഗ്യത്തിന് ആ മരണത്തിന് നീതിയുള്ളത് കൊണ്ട്, ആ മരണത്തിൽ സത്യമുള്ളത് കൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. പോലീസ് പിന്നെ അമാന്തിച്ചില്ല, 3 എണ്ണത്തിനെയും പിടിച്ചകത്താക്കി. 3 പേരെ പിടിച്ചു, ഇനിയും പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സംഘടനയെ നിരോധിക്കേണ്ട ആവശ്യകത ഇവിടെയൊക്കെയാണ്. യുവന്മാർക്ക് സ്വകാര്യ കോടതി, സ്വകാര്യ നീതിന്യായ വകുപ്പ്, യുവന്മാർക്ക് മാത്രമുള്ള കുറേ ചിട്ടവട്ടങ്ങൾ. ഇവിടെ മറ്റ് ആളുകൾ നിയമവ്യവസ്ഥയെ അംഗീകരിച്ച് ജീവിക്കുക, യുവന്മാർക്ക് മാത്രം രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കാൻ വൈമുഖ്യം, രാജ്യത്തെ നിയമപാലകരെ അംഗീകരിക്കാൻ വൈമുഖ്യം. നീതിയുടെ ചെങ്കോലെടുത്ത് കയ്യിൽ വെച്ചാണ് യുവന്മാരുടെ നടപ്പ്. കാണിക്കുന്നത് മുഴുവൻ ചെറ്റത്തരവും. ഈ സംഘടനയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇമാതിരിയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കാൻ പഠിക്കണം, ഭരണഘടനയെ അംഗീകരിക്കണം. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് നിയമപാലകരോടാണ് പറയേണ്ടത്, അല്ലാതെ നേരിട്ടല്ല. വഴിമധ്യേ ഒരു യുവതി ഒരു പുരുഷനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ സദാചാര വിരുദ്ധമായ എന്തെങ്കിലും കണ്ടെത്തുന്നത് ഇവന്റെ കണ്ണുകളാണ് പ്രശ്നം. ഇവന്റെയൊക്കെ കണ്ണിലാണ് തടിക്കഷണം കിടക്കുന്നത്. ഇവനെയൊക്കെ ജയിൽ ഇടിഞ്ഞാൽ പോലും പുറത്തു വരാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏതായാലും ഈ സംഭവം അതിദാരുണമായി പോയി. മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന നാട്ടിലാണ് ഇങ്ങനെ ഒരു വളരെ പൈശാചികമായ സദാചാര ഗുണ്ടായുസവും ഒരു യുവതിയുടെ മരണത്തിലേക്ക് വരെ തള്ളിവിട്ട സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഉണർന്ന് പ്രവർത്തിക്കും, അല്ലെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് കർശനമായ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SDP യുടെ ഇമാതിരി ക്രൂരതകൾ വച്ചുപൊറുപ്പിക്കാൻ നാട്ടുകാരൻ തയ്യാറാകരുത് എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തട്ടെ.